ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പം എനിക്കൊരു പാഴ്സൽ വന്നേ ഉള്ളൂ. വേറെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്ത കാര്യം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ഇത് മേക്കപ്പ് പ്രോഡക്റ്റാണ്. അതേ ഇതൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ്, ബെനിഫിറ്റിൻ്റെ കേട്ടോ. ബെനിഫിറ്റിൻ്റെ സെക്കൻഡ് പർച്ചേസാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം ഫസ്റ്റ് വന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തായാലും ഇതിലുള്ള പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു മിനി വ്ളോഗ് കണ്ടാലോ. ആദ്യം തന്നെ അവരുടെ ബില്ലാട്ടോ. ഓക്കെ, അത് നമുക്ക് അവിടെ വെക്കാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സാമ്പിൾസ് ഒക്കെ കിട്ടണത്. അപ്പോൾ എനിക്ക് ഇതിൽ സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വന്നതിന് മുമ്പ് നമുക്ക് മെയിൻ പ്രൊഡക്റ്റിലോട്ട് പോവാം. അവരുടെ സ്പ്ലാഷ് ടിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ലിപ് ടിൻ്റാണ് വന്നത്. മോയ്സ്ചറൈസിങ് ഡ്യൂയി ലിപ് ടിൻ്റ്. ഓക്കെ, ബെനിഫിറ്റിൻ്റെ വന്നത്. നമുക്ക് ഷെയ്ഡ് വന്നത് 21 സമ്മർ ഫ്ലിങ് എന്നാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കാം. പാക്കേജ് ഒക്കെ എന്ത് രസം, എന്ത് ക്യൂട്ടായിട്ടുള്ള ഈ പാക്കേജ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പിടിച്ചത് ശരിയാട്ടോ. നോക്കിയിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയാട്ടോ പാക്കേജ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമുക്കിനി ഇത് വന്നത് റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇത് ചേരും. എനിവേ, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടും എന്തായാലും അടുത്ത റിവ്യൂസും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വരാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ അത്രയും നല്ല പ്രോഡക്റ്റും അത്രയും ഇത് മാത്രമേ റിവ്യൂ പറയാറുള്ളൂ. അത്യാവശ്യം ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ലിപ്സ്റ്റിക് സീരീസ് ഞാൻ അത്യാവശ്യം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. ഓ, നല്ല ഷെയ്ഡായിട്ട് ഇത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗ്ലോസിയും അല്ല, ഭയങ്കര മാറ്റ് ഫിനിഷും അല്ല. ഇത് വന്നത് നല്ല രസമുണ്ട്. ഷെയ്ഡ് വന്നത് നല്ല രസമുണ്ട്. എനിക്കറിയില്ല അവിടെ ക്ലിയർ ആണോ എന്ന്. പക്ഷെ എന്തായാലും ഞാൻ അടുത്ത ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പാക്കേജിങ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് സാമ്പിൾസ് കിട്ടിയതിലോട്ട് പോവാം. സാമ്പിൾസ് വന്നത് ദ പ്രൊഫഷണൽ ഫൗണ്ടേഷൻ. ഇവരുടെ ഫൗണ്ടേഷൻ്റെ ഒരു പാക്കാണ് വന്നേക്കുന്നത്. എനിക്ക് ഇവരുടെ തന്നെ കുറച്ച് ഐബ്രോയുടെ ഇതൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. സാമ്പിൾസ് എപ്പോഴും ഞാൻ മാറ്റി വെക്കും, പിന്നെ യൂസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ നോക്കാറില്ല, അങ്ങനെ എപ്പോഴും പോവും എൻ്റെ കയ്യിലുള്ള സാമ്പിൾസ്. പക്ഷേ ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് വന്നത് അവരുടെ അത്യാവശ്യം നന്നായിട്ട് വൈറലായി അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ഗുഡ് റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റാണ് അവരുടെ പൗഡർ ബ്രോൺസർ. അപ്പം ഇതും ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം. ഇത് സാമ്പിൾസാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സാമ്പിൾ കിട്ടുമ്പോൾ ഒരു ഉപകാരം, നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ഏത് ഷെയ്ഡാണെന്ന് കറക്റ്റ് ഇതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ വേറെ ഇപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിലും കൊടുക്കാമല്ലോ, അവരുടെ ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റും.